സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഒരു ക്യുക്ക് റിവിഷനാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നാളെ പരീക്ഷയുള്ളവർ മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ന്യൂമിസ്മാറ്റിക്സ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്? സൂര്യഗ്രഹണം. സൂര്യഗ്രഹണത്തിൽ സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നു. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിന് പറയുന്ന പേര്? പോയിന്റ് നിമോ. പോയിന്റ് നിമോ എന്നതാണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര്? പ്രാതിനിധ്യ മൂലകങ്ങൾ. പ്രാതിനിധ്യ മൂലകങ്ങൾ. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പ്രാതിനിധ്യ മൂലകങ്ങൾ. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഏത്? സാൻ ഫെർണാണ്ടോയാണ്. സാൻ ഫെർണാണ്ടോ. ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? 118 മൂലകങ്ങളാണ്. 118. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് യുറേനിയം 235 ആണ്. യുറേനിയം 235. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയോഡിൻ 131. അയോഡിൻ 131. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്? ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയത്? പവർ വിത്തിൻ ആരെക്കുറിച്ചുള്ളതാണ്? നരേന്ദ്രമോദിയെക്കുറിച്ചുള്ളതാണ്. എഴുതിയത് ആർ ബാലസുബ്രഹ്മണ്യമാണ്. ആർ ബാലസുബ്രഹ്മണ്യം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 എന്തായി ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയത്? ഭരണഘടനാ ഹത്യാ ദിനം. ഭരണഘടനാ ഹത്യാ ദിനം എന്നാണ് ജൂൺ 25. ജൂൺ 25. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഡിസ്ട്രോഫിൻ ആണ്. ഡിസ്ട്രോഫിൻ. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്? ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആണ് നിരാമയ പദ്ധതി. നിരാമയ പദ്ധതി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്? ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ പി ആർ ശ്രീജേഷ്. പി ആർ ശ്രീജേഷിന്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്നത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്? ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ.
ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്നാണ്. സംവിധാൻ സദൻ. ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഡിസംബർ 14. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആചരിക്കുന്നത് 2023. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്? അയൺ ഫോളിക് ആസിഡ് ഗുളിക, WIFS, വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, WIFS. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി രാഗതി ബയോസ്ഫിയർ. ഉത്തരാഖണ്ഡിലെ രാജാജി രാഗതി ബയോസ്ഫിയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഗ്രലിൻ ആണ്. ഗ്രലിൻ. വൈദ്യുതി ചാർജ് സംഭരിച്ചു വെക്കുവാൻ കഴിയുന്ന സംവിധാനം കപ്പാസിറ്റർ. വൈദ്യുതി ചാർജ് സംഭരിച്ചു വെക്കുവാൻ കഴിയുന്ന സംവിധാനമാണ് കപ്പാസിറ്റർ. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി VR പ്രബോധചന്ദ്രൻ നായർ. VR പ്രബോധചന്ദ്രൻ നായർ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം? ഇരുമ്പ് എവിടെയാണ് സംഭരിക്കപ്പെടുന്നത്? കരളിലാണ്. കരൾ. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ്? കുതിരയുടെ ഉയരം ഹാൻഡ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ആണ് ഹാൻഡ്. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി? അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ്. ദാമോദർ വാലി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം? മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേക്കിയൻ നാളിയാണ്. യൂസ്റ്റേക്കിയൻ നാളി. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? സൺഷൈൻ വിറ്റാമിൻ, വിറ്റാമിൻ ഡി. എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ത്വക്ക്. ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗനിർണയത്തിന് വേണ്ടി നടത്തുന്നതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം? ക്ലോമപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ് ആണ്. ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ്. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം? സൈലന്റ് സ്പ്രിംഗ് 1962. ആരുടേതാണിത്? റേച്ചൽ കാഴ്സൺ. ഏത് ഋതുവിലാണ് ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് ശൈത്യകാലത്താണ്. ശൈത്യകാലം. അയ്യങ്കാളി ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം? വില്ലുവണ്ടി യാത്ര നടത്തിയതാരാണ്? അയ്യങ്കാളിയാണ്. വർഷം 1893. 1893. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഏത്? ഉപ്പ് സത്യാഗ്രഹം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം. ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവിയായി 2026 പ്രഖ്യാപിക്കപ്പെട്ടത് ഏതിനെയാണ്? ഇപ്പം കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മജീവി ഏത് എന്ന് ചോദിച്ചാൽ ബാസിലിസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയയാണ്. ബാസിലിസ് സബ്റ്റിലിസ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം? വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി? മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. കേരളത്തിലെ കെ സ്മാർട്ട് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾ. 2025-26 ബജറ്റിൽ കേരളം കൂടുതൽ പ്രാധാന്യം നൽകിയ നീല സമ്പദ് വ്യവസ്ഥ, ബ്ലൂ എക്കോണമി എന്തുമായി ബന്ധപ്പെട്ടതാണ്? സമുദ്ര വിഭവങ്ങളുടെ വിനിയോഗം.
1836 സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. 106 ഭേദഗതി അനുസരിച്ച് സംവരണത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 106 ഭേദഗതി അനുസരിച്ച് സംവരണ കാലാവധി 15 വർഷം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. റിപ്പബ്ലിക് ആകുന്നതുവരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമസംഹിത ഏതാണ്? റിപ്പബ്ലിക് ആകുന്നതുവരെ ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് റിപ്പബ്ലിക് ആകുന്നതുവരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമസംഹിത. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരെല്ലാമായിരുന്നു? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രം മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏത്? മുംബൈ ഹൈ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 326 ആണ്. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോക്സോ നിയമത്തിലെ വകുപ്പ് 19 പ്രകാരമാണ്. വകുപ്പ് 19. ചരക്കു സേവന നികുതി നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി. ചരക്കു സേവന നികുതി 101 ഭേദഗതി പ്രകാരമാണ്. 2016 101 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? വകുപ്പ് 368 ആണ്. 368. ഭരണഘടനയിൽ വരുത്തിയ ഒന്നാമത്തെ ഭേദഗതി നടന്ന വർഷം. ഒന്നാമത്തെ ഭേദഗതി നടന്നത് ഏത് വർഷമാണ്? 1951 ഒന്നാം ഭേദഗതി നടന്നത്. കേരളത്തിലെ പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ്. വയനാട്. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ സ്ഥലം ഏതാണ്? സൈലന്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലക്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലക്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്ന തത്വം. ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി അധ്യക്ഷനുമായിരുന്ന വ്യക്തി ആരാണ്? മാധവ് ഗാഡ്ഗിലാണ്. 2026 ജനുവരിയിൽ അന്തരിച്ചു. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. മുതിർന്ന പൗരന്മാർക്ക് പുതു സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്ന കേരള സർക്കാർ പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് പുതു സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ്. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതി. കെ ഹോംസ്. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഹോംസ്. കേരളത്തിലെ ക്ഷയരോഗ നിവാരണ ദൗത്യത്തിന്റെ പേര്. കേരളത്തിലെ ക്ഷയരോഗ നിവാരണ ദൗത്യത്തിന്റെ പേര് എൻ്റെ ക്ഷയരോഗമുക്ത കേരളം. ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലൈഫ് മിഷൻ പദ്ധതി ഭവനരഹിതർക്ക് വീട് നൽകുക.
കേരളത്തിൽ കെ റെയിൽ പദ്ധതി ഏത് നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കെ റെയിൽ ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. കേരളത്തിലെ കുടുംബശ്രീ മിഷൻ സ്ഥാപിതമായ വർഷം? കുടുംബശ്രീ 1998 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആര്? ഹരിവരാസന പുരസ്കാരം 2026 തിരുവിഴ ജയശങ്കറാണ്. പ്രശസ്ത നാദസ്വര കലാകാരനാണ് തിരുവിഴ ജയശങ്കർ. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആര്? 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ശാരദയാണ്. ശാരദ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത്? നീലദർപ്പൺ ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം? 1911 കൊൽക്കത്ത സമ്മേളനം. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46 23 ജോഡി അല്ലെങ്കിൽ 46 ക്രോമസോമുകൾ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ്? അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം? 2026 ഏഷ്യൻ ഗെയിംസ് ജപ്പാൻ. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായ താരം? ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ. ദേവസമാജം സ്ഥാപിച്ചതാര്? ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രി. ശിവനാരായണൻ അഗ്നിഹോത്രി. വേദസമാജം സ്ഥാപിച്ചതോ? വേദസമാജം ശ്രീധരലു നായിഡു. ശ്രീധരലു നായിഡു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഏറ്റവും ചെറിയത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി? ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി. ലോക ജൈവ വൈവിധ്യ ദിനം? ലോക ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 22. മെയ് 22. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷൻ. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ആരുടെ വരികൾ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദൻ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം? പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. ഓറോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം. നദികളെക്കുറിച്ചുള്ള പഠനം? നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനം. ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക്? ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഫിനോൾ ആണ്. ഫിനോൾ. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് പെൻസിലിൻ. കേരളത്തിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി? വി വിശ്വനാഥൻ. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി? VP മേനോൻ. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത? ഫാത്തിമ ബീവി. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയമാണ്. ക്ഷയം. ഡോട്ട്സ്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക്? മുദ്ര ബാങ്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ്? പാക് കടലിടുക്കിലാണ്.
ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം. കറുപ്പ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92. മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം 1875. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിനോ. CH മുഹമ്മദ് കോയ പാലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റിലം എന്ന് വിളിപ്പേരുള്ള നഗരം ഏതാണ്? കൊൽക്കത്ത. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന വർണ്ണാന്തത ഇഷിഹാര ടെസ്റ്റ്. മാമ്പഴം എന്ന കവിത എഴുതിയത് ആര്? മാമ്പഴം. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ബീഹാർ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡ്രിക് പ്രഭു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗുരുദത്ത് സോന്തി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. കണക്റ്റിംഗ് ഇന്ത്യ എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ മുദ്രാവാക്യമാണ്? BSNL. കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം 1969. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ചൊവ്വ, വ്യാഴം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ പിണ്ഡം. കുറിച്യ കലാപം നടന്ന വർഷം 1812. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് വ്യത്യാസപ്പെടുന്നു. എംഫിസിമ ബാധിക്കുന്ന അവയവം? എംഫിസിമ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ലിത്താർച്ച് ഏതിൻ്റെ അയിരാണ്? ലിത്താർച്ച് കറുത്തീയത്തിൻ്റെ അയിരാണ്. കറുത്തീയം. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ. ഒരു ബാരൽ എന്നത് ഡാഷ് ലിറ്റർ ആണ്. 159 ലിറ്റർ. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരത്തേക്ക് കറങ്ങുന്നതിന് കാരണം ചലന ജഡത്വം.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാറക്കോറം. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ്? ദാദാബായ് നവറോജി. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി. MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനി എന്ന പേരിൽ സിനിമയായത്? സ്വർഗം തുറക്കുന്ന സമയം. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വതമണ്ണ്. പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? ശബരിഗിരി പദ്ധതി. പമ്പ കക്കി പദ്ധതി, ശബരിഗിരി പദ്ധതി. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി PDT ആചാരി. PDT ആചാരി. ഗുണമേന്മയുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര അക്മാർക്ക്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി G. ശങ്കരക്കുറുപ്പ്. അദ്വൈത പഞ്ചരം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ദീപിക രചിച്ചത് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കോനേലി. HV കോനേലി. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി മേഘാലയ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. മലബാർ കലാപം ആസ്ഥാനമാക്കി കുമാരനാശൻ രചിച്ച കൃതി ദുരവസ്ഥ. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിൻ്റെ അയിരാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? ഭിലായ് റഷ്യ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. ഡിസംബർ 10 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? മനുഷ്യാവകാശ ദിനം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. 1959. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. ചലിക്കുന്ന കാവ്യം. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തി. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനൂസ്. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ലാവ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം കറുത്ത മണ്ണ്. കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നതെന്ന്? ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5, 1957. ഏപ്രിൽ 5, 1957. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം
പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. സാന്താൾ കലാപം നടന്ന വർഷം 1855. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വാക്താക്കളാണ് എന്ന് പ്രസ്താവിച്ചത് വീരേശലിംഗം. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ്. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണം. ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള പരുത്തി. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോപ്സൺ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. പെരിയാർ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തി. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 22. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ്? ജൂൺ 23. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. PK കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക. PK കാളൻ ഗദ്ദിക കലാകാരൻ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നി. ഏത് വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? 1961. മോൾ ദിനമായിട്ട് ആചരിക്കുന്നത്? മോൾ ദിനം ഒക്ടോബർ 23. ഗ്രീനോക്കേറ്റ് ഏതിൻ്റെ അയരാണ്? ഗ്രീനോക്കേറ്റ് കാഡ്മിയത്തിൻ്റെ അയരാണ് ഗ്രീനോക്കേറ്റ്. COVID-19 പ്രതിരോധിക്കാൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ ഏതാണ്? കോവാക്സിൻ. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941. സ്ത്രീ ധനവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. സ്ത്രീ ധനവിരുദ്ധ ദിനം. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ ഋഗ്വേദമാണ്. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖയാണ് ഋഗ്വേദം. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃതഭാഷ ഏത്? സംസ്കൃതമാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ അപ്പച്ചൻ.
അല്ലെങ്കിൽ പൊയ്കയിൽ കുമാര ഗുരുദേവൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ കാൽഷ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പെരികാർഡിയം. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ്. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ്. ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാകുന്ന അവയവം ഹൃദയം. രക്തത്തിൻ്റെ pH മൂല്യം 7.4. രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണോ? അസ്ഥിമജ്ജയിലാണ്. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? അണ്ണാ ഹസാരെ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. അറയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായിട്ട് TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി 1 പൈസ നിക്ഷേപം. കണ്ണിലെ ഏറ്റവും വലിയ അറ ഏതാണ്? വിട്രിയസ് അറ. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ്. പമ്പ. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ തകരാറ് ഡിസ്ലെക്സിയ. ജലാകിരണം നടക്കുന്ന ഭാഗം വൻകുടൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. അന്താരാഷ്ട്ര പ്രകാശ ദിനം മെയ് 16. അന്താരാഷ്ട്ര പ്രകാശ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 16. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഡെൽഹൌസി. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിൽ ഒന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ്? വെറ്റിലച്ചോല പാലക്കാട്. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് വസൂരി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം 1999. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ്? ഓറഞ്ച്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1950 മാർച്ച് 15. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ബാങ്കിംഗ് സേവനം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? തൃതീയ മേഖല. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? തമിഴ്നാട്. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം 2013. PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ്? ആറളമാണ്. കണ്ണൂർ ജില്ലയിലെ ആറളം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. കേരള സയൻസ് കോൺഗ്രസ് 2026 വേദി എറണാകുളം. ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതി.
മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ഭരണഘടനാ പരിഹാരത്തിനായുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32. 2026 പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് താരം വിജയ് അമൃത്രാജ്. 2026 56ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ്. ISROയുടെ അന്വേഷ E0SN1 ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം PSLV C-62. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.